മലയോര ജനത ഭീതിയുടെ കരിനിഴലിലാണ്ടിരിക്കുകയാണ്. കാരണം വന്യമൃഗങ്ങളുടെ ശല്യത്തിന് യാതൊരു പരിഹാരവും കണ്ടെത്താൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ദൃഷ്ടാന്തമാണ് ഇവിടെ പാലത്തുംകടവ് പ്രദേശത്ത് കാട്ടാനകളുടെ സ്വൈര്യവിഹാര ഭൂമിയായി മാറിയിരിക്കുന്ന കർഷകന്റെ കൃഷിയിടങ്ങൾ. അവൻ ഒരു ജീവിതം മുഴുവനും സമർപ്പിച്ച് പണിതുയർത്തിയ, കഷ്ടപ്പെട്ട് നട്ടുനനച്ചുണ്ടാക്കിയ കൃഷിഭൂമിയിലെ സകല സാധനങ്ങളും ഒരു രാത്രി കൊണ്ട് ആനക്കൂട്ടം ഇറങ്ങി നശിപ്പിച്ചു കളയുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നൂറുകണക്കിന് വാഴകള്, കശുമാൻ തൈകള്, പ്ലാവുകള് എല്ലാം ആന നശിപ്പിച്ചതിന്റെ ദുഃഖകരമായ കഥയാണ് ഇവിടുത്തെ മനുഷ്യർക്ക് പറയാനുള്ളത്. സർക്കാരിന്റെ ഭാഗത്തെ അനാസ്ഥ എന്ന് പറയുന്നത് 5 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സോളാർ ഫെൻസിങ്ങിനുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയതാണ്. എന്നാൽ ഒരു 10-200 മീറ്റർ സ്ഥലം സോളാർ ഫെൻസിങ് തകർന്നു പോയപ്പോൾ അത് പുനരുദ്ധരിക്കാൻ സർക്കാരിന്റെ പക്കല് ഈ ജനം ആവലാതികളും സങ്കടങ്ങളുമായി ചെന്നതാണ്. ഇന്നേ വരെ അതിനൊരു പരിഹാരമുണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ സോളാർ ഫെൻസിങ് സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിൽ പടർന്നു പിടിക്കുന്ന വള്ളിയും കാടും ഒക്കെ വെട്ടി നീക്കുന്നതിന് വേണ്ടി ഉള്ള ക്രമീകരണങ്ങൾ സർക്കാർ വനം വകുപ്പ് വഴി ചെയ്തുകൊണ്ടിരുന്നതാണ്. വർഷങ്ങളായി അതിന് ഫണ്ടില്ല എന്ന് പറഞ്ഞ് അതിൽ ഉദാസീനത വരുത്തി. തൽഫലമായിട്ട് ആനകൾക്ക് കൃഷിഭൂമിയിലേക്ക് സ്വൈര്യവിഹാരം നടത്തുന്നതിനുള്ള സാഹചര്യം സർക്കാരും വനം വകുപ്പും ബോധപൂർവം നിർമ്മിച്ചു എന്ന് ആരോപിക്കുന്നതിൽ ഈ കർഷകർ ഏറെ വേദനയോടെ പങ്കുവയ്ക്കുന്ന സത്യമാണ്. നമുക്കറിയാം, ഈ കർഷകന്റെ കൃഷിഭൂമിക്കും അവന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നത് ഭരണഘടനാപരമായി സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ഇത് കേവലം കൃഷിഭൂമിയിലെ വിനാശം മാത്രമല്ല, ഇവിടുത്തെ മനുഷ്യര് ഭീതിയോടെയാണ് കഴിയുന്നത്. രാവിലെ എഴുന്നേറ്റ് റബ്ബർ ടാപ്പിങ്ങിന് പോകാൻ ആളുകൾക്ക് ധൈര്യമില്ല. കാരണം എപ്പോഴാണ് കാട്ടാനയുടെ മുമ്പിൽ പെടുക എന്നത് അറിയില്ല. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ നിവൃത്തിയില്ല. കാരണം അവർ സഞ്ചരിക്കുന്ന വഴികളിൽ ഏത് സമയവും കാട്ടാനക്കൂട്ടത്തിന്റെ മുന്നിൽ പെടുന്ന സാഹചര്യമാണുള്ളത്. ഇങ്ങനെ ഭീതിയുടെ നിഴലിൽ ഒരു സമൂഹത്തെ ആകെ നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് സർക്കാരിന് തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റിയെന്ന് പറയാൻ സാധിക്കുക? ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയോട് ഇത്തരം കാര്യങ്ങൾ അനേകവട്ടം ആവർത്തിച്ചു എങ്കിലും അവയൊക്കെയും ചെന്ന് പതിച്ചത് ബധിരകർണങ്ങളിലാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സത്വര ശ്രദ്ധ ഈ പ്രദേശത്തെ മനുഷ്യന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തെക്കുറിച്ചുള്ള ഭയങ്ങളും ആശങ്കകളും അകറ്റുന്നതിന് സത്വരമായി ഉണ്ടാകണമെന്നും നടപടികൾ താമസം വിന ഇവിടെ ഉണ്ടാകണമെന്നും സ്നേഹപൂർവ്വം ഞങ്ങൾ അപേക്ഷിക്കുകയാണ്.